ഹലോ എവരിവൺ, ദിസ് ഇസ് അഖിൽ. വെൽക്കം ടു അഖിൽ ഡിസൈൻ. സോ ഇന്നത്തെ ഈ വീഡിയോ ഇന്ന് മുതൽ ഒരു ഇല്ലുസ്ട്രേറ്ററിൻ്റെ ഒരു സീരീസ് ഞാനിവിടെ ആരംഭിക്കുകയാണ്. ഒരു മിനി സീരീസാണ് ഇവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സീരീസിൻ്റെ മുന്നോടിയായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഒരു ഷേപ്പ് ഇതിനകത്ത് ബിൽഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഷേപ്പ് കട്ട് ചെയ്യാനും അത് ആഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ നമ്മൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടുത്തെ ഷേപ്പ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ടൂളാണ്. അതിന് എം എന്നും, ഇപ്പം എലിപ്സ് ടൂളാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ സർക്കിൾ പോലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരയ്ക്കേണ്ടതെങ്കിൽ എൽ എന്ന് പറയുന്ന കീയും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് പലതരത്തിലുള്ള ഷേപ്സ് നമുക്ക് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. അതിന് പോളിഗൺ ടൂൾ എന്ന് പറയുന്ന ടൂൾ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിയും. ആദ്യം തന്നെ റെക്റ്റാങ്കിൾ ടൂൾ നമുക്ക് നോക്കാം. റെക്റ്റാങ്കിൾ ടൂൾ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടേതായ രീതിയിൽ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടെന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ അത് ഷിഫ്റ്റ് പിടിച്ചുകൊണ്ട്, അതായത് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലേക്ക് ഇത് വരുന്നു എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റ് ഷേപ്പിൻ്റെ ഡയമെൻഷൻ അറിയാം, അല്ലെങ്കിൽ ആ ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ റെക്റ്റാങ്കിൾ ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇഷ്ടമുള്ള സൈസ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു ടൂള് നിങ്ങൾക്കവിടെ കിട്ടും. ഇനി നമുക്ക് എലിപ്സും ഇതുപോലെ തന്നെയാണ് നമുക്ക് ചെയ്യുന്നത്. ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യാനുസരണം കറക്റ്റ് സർക്കിൾ ഷേപ്പിലും, ഇപ്പം ക്ലിക്ക് ചെയ്യാതെ തന്നെ നമുക്കൊരു എലിപ്സ് ഷേപ്പിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. പോളിഗണും അതുപോലെ തന്നെ. പോളിഗണിൻ്റെ ഒരു ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ എന്ന് പറയുന്നത് ഒരു ഹെക്സാഗൺ ഷേപ്പാണ്. എനിക്കിപ്പം ഈ ഷേപ്പിന് പകരം വേറൊരു ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ വന്ന്, അതായത് ടോപ്പ് ബാറിൽ ചെന്നിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഷേപ്പ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഷേപ്പ് നിങ്ങൾക്ക് അതിൽ തന്നെ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതും അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈഡ് നിങ്ങൾക്ക് എത്രത്തോളം വേണം, നിങ്ങളുടെ റേഡിയസ് എത്രത്തോളമാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഇതും കിട്ടുന്നതാണ്. ഇതിപ്പം സ്ട്രോക്കോട് കൂടിയിട്ടുള്ള ഫിൽ ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇപ്പം എനിക്കിപ്പോൾ നമ്മൾ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് അതിനെ ഇവിടെ ഈ ഒരു നൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിൻ്റെ ഷേപ്പും അല്ലെങ്കിൽ സ്ട്രോക്ക് അവിടെ ഡിലീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ എങ്ങനെ ഷേപ്പ് ബിൽഡർ ടൂൾ നമുക്ക് യൂസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഈ ഷേപ്സ് എല്ലാം സെലക്ട് ചെയ്താൽ മാത്രമേ ഈ ഷേപ്പ് ബിൽഡർ ടൂൾ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എനിക്കിപ്പം ഇത് അതായത് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആൾട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്കത് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനാണ്, അല്ലെങ്കിൽ ഈ ഒരു ഇതാണ് കട്ട് ചെയ്തതെങ്കിൽ അവിടെ ഓൾട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ അവിടെ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അത് ആവശ്യാനുസരണം നിങ്ങൾക്കത് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ടാണ്, അതായത് ഇനിയുള്ള വീഡിയോസ് എല്ലാം ഇത്തരത്തിലുള്ള വീഡിയോസുകളായിരിക്കും. അതായത് ഒരു മിനി വീഡിയോ ടൈപ്പ് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ 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 പാർട്ടാക്കിയിട്ടാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ ഇതുപോലത്തുള്ള ഇല്ലുസ്ട്രേറ്ററിൻ്റെ സീരീസുകൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്കത് മുന്നേറാൻ സാധിക്കും. അതായത് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് വലിയ വലിയ കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇവിടെ ടൂളുകൾ നമുക്കിപ്പോൾ ഇതിനകത്ത് ഒരുപാട് ടൂൾസ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ടൂൾസ് ഒന്നും എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെക്കാട്ടി ഈസി മെത്തേഡ് ആയിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് ഒക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എവിടാണെങ്കിലും, അതിപ്പം ഏത് ഇതാണെങ്കിലും ശരി. അപ്പം എനിവേ, ഇത്രയും കണ്ട സ്ഥിതിക്ക്, അതായത് ഇത്രയും കാണാൻ ക്ഷമ കാണിച്ച ആൾക്കാരോട് എനിക്ക് അവരോട് നന്ദിയുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇല്ലുസ്ട്രേറ്റർ സീരീസ് ആയിരിക്കും വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.